ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ അടുത്ത ആഴ്ചയിലെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുമിത്രയ്ക്ക് വല്ലാത്തൊരു അസുഖമാണെന്ന് നമ്മുടെ ഡോക്ടർമാർ പറയുകയാണ്. അപ്പം ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അൻപതിനും എല്ലാവർക്കും ഭയങ്കര സങ്കടം തോന്നിക്കണം. അതിനിടയിലും നമ്മുടെ സുമിത്ര ചോദിക്കുകയാണ്, എവിടെ സ്വരമോൾ, എവിടെ, എനിക്ക് സ്വരമോളെ കാണണം, എനിക്ക് സ്വരമോളെ ഇപ്പം കണ്ടേ മതിയാവുള്ളെന്ന് സുമിത്ര പറയുകയാണ്. അപ്പം ഇത് കേട്ട് അൻപതാണെങ്കിൽ അമ്മയെ സ്വരമോളെ നാളെ കാണിക്കാൻ പറ്റില്ല, എനിക്ക് ഇപ്പം തന്നെ സ്വരമോളെ കാണാം, നീ പ്രതീക്ഷനെ വിളിക്ക്, അല്ലെങ്കിൽ പ്രതീക്ഷനെ വിളിച്ചിട്ട് എൻ്റെ കയ്യിൽ താ, ഞാൻ അവനോട് സംസാരിച്ചോളാം, സ്വരമോളെ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ, എനിക്ക് അവളെ കാണണം എന്നിങ്ങനെ സുമിത്ര പറയുകയാണ്. അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മേ, പ്രതീഷിൻ്റെ കൂടെ സ്വരമോളെ ഇല്ല അമ്മേ. എന്താന്നേ പറഞ്ഞത്? പ്രതീഷിൻ്റെ കൂടെ സ്വരമോൾ ഇല്ലെന്നോ? പിന്നെ എവിടെ പോയി അവള്? ഇതിങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അറിയില്ല, പ്രതീഷ് ശ്രീനിലത്തിൽ വന്നായിരുന്നു, സ്വരമോളെ കാണാനില്ലെന്ന് പറഞ്ഞത്, എനിക്കെൻ്റെ മോളെ കണ്ടേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നമ്മുടെ സുമിത്ര ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഓടാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ ഡോക്ടർമാരും തടയുകയാണ്, എല്ലാവരും തടയുകയാണ്. പക്ഷേ സുമിത്ര നിൽക്കാൻ തയ്യാറാവുന്നില്ല. ഇല്ല ഡോക്ടറെ, എൻ്റെ കൊച്ചുമോളെ എനിക്ക് കാണണം, അല്ലെങ്കിലേ എൻ്റെ അവസ്ഥ വളരെയേറെ ദയനീയ അവസ്ഥയാവും, എൻ്റെ നില അതീവ ഗുരുതരമാകും, അതുകൊണ്ട് എനിക്ക് പോയേ മതിയാവുള്ളൂ പറഞ്ഞുകൊണ്ട് ICU ഇറങ്ങി പുറത്തേക്ക് നേരെ ഓടുകയാണ്. ഓടിക്കഴിഞ്ഞപ്പോഴേക്കും വരുന്നു പ്രതീഷിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്ക് കാലി വരികയാണ്. സുമിത്ര നേരെ പ്രതീഷിൻ്റെ അടുത്ത് ചെന്നിട്ട് കഴുത്തിന് കയറി കുത്തി പിടിച്ചിട്ട്, എവിടെയാണ് എൻ്റെ മോള്, എനിക്കെൻ്റെ മോളെ കാണണം, നീ വലിയ വീമ്പിളക്കിയിട്ട് എൻ്റെ മോളെയും കൊണ്ട് പോയതല്ലേ, എനിക്കെൻ്റെ മോളെ കാണണം, എൻ്റെ മോളെവിടെ, സ്വരമോളെവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. പക്ഷേ പ്രതീക്ഷിന് മറുപടി ഒന്നും ഉണ്ടായില്ല പറയാനായിട്ട്. ദൈവമേ, എന്തും അമ്മയോട് മറുപടി പറയും എന്ന് ചിന്തിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ സുമിത്ര കരഞ്ഞ് വല്ലാത്തൊരവസ്ഥയിൽ വീണ്ടും പ്രതീഷിൻ്റെ കൈകളിലേക്ക് വീഴുകയാണ്. എൻ്റെ മോളെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് തലയിറങ്ങി ഇങ്ങോട്ട് വീഴുകയാണ്. പ്രതീക്ഷിനാണെങ്കിൽ അത് ഒട്ടും സഹിക്കാനായിട്ട് പറ്റിയില്ല. തൻ്റെ അമ്മനോട് എത്രയ്ക്ക് എതിർത്ത് സംസാരിച്ചാലും പ്രതീഷിൻ്റെ ഉള്ളിൽ അമ്മയോട് സ്നേഹമൊക്കെ ഉണ്ട്, അതൊരിക്കലും പ്രതീക്ഷിന് ഇല്ലാതാകുകയില്ല. അങ്ങനെ പ്രതീക്ഷ പറയണം, എനിക്കറിയില്ല അമ്മ, സ്വരമോൾ എവിടെ പോയെന്ന് എനിക്കറിയില്ല, അവൾ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞ സത്യം തന്നെയാണ്, പക്ഷേ അതിനിടയിൽ മമ്മിയും ഡാഡിയും കാണുമെന്നും പറഞ്ഞുകൊണ്ട് അവൾ ഇറങ്ങി ഓടിയതാ, അവൾ പിന്നെ എങ്ങോട്ട് പോയെന്ന് എനിക്കറിയില്ല എന്നൊക്കെ എല്ലാവരുടെ മുന്നിൽ വെച്ച് പ്രതീക്ഷ പറയണം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അനന്യയ്ക്ക് കാലി വരികയാണ്. അപ്പം അനന്യാണെങ്കിൽ, പ്രതീക്ഷേ, നിന്നോട് പല പ്രാവശ്യം പറഞ്ഞല്ലേ എൻ്റെ കുഞ്ഞിനെ എന്നിൽ നിന്ന് പിരിക്കാനായിട്ട് ശ്രമിക്കരുതെന്ന്, അവളോട് എന്തൊക്കെ നീ അച്ഛനാണെന്ന് പറഞ്ഞാലും അവളത് വിശ്വസിക്കില്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലേ, എന്നിട്ട് നീ അത് കേട്ടില്ലല്ലോ. ഇപ്പം എന്തായി? എൻ്റെ മോളെനിക്ക് തിരിച്ചു വേണം, എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ പ്രതീക്ഷേ, നിൻ്റെ മോളൊക്കെ ആയിരിക്കും, പക്ഷേ അവളെ വളർത്തിയത് ഞാനാണ്, അവൾ എല്ലാ അധികാരവും എനിക്കുണ്ട്, അതുകൊണ്ട് എൻ്റെ മോളെ എനിക്ക് കിട്ടിയ മതിയാവുള്ളൂ പ്രതീക്ഷ, നീ എത്രയും പെട്ടെന്ന് എൻ്റെ മോളെ കൊണ്ടുപോവാ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതീക്ഷ എല്ലാവരും കിടന്ന് കുറ്റപ്പെടുത്തുകയാണ്. സുമിത്രയ്ക്കാണെങ്കിൽ തീരെ വയ്യ. അങ്ങനെ പ്രതീക്ഷ കൊച്ചിനെ തിരക്കി ഇറക്കുകയാണ്. പോലീസിനും കംപ്ലൈൻറ്റ് കൊടുത്തു, കൊച്ചിനെ കാണാനില്ലെന്നൊക്കെ പറഞ്ഞ് പോലീസിനും കംപ്ലൈൻറ്റ് കൊടുത്തു. അങ്ങനെ ഇങ്ങനെ പോലീസ് അന്വേഷണം തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കുമാണ് ഗുണ്ടകൾ ഈ സ്വരമോളെ പിടിച്ചുകൊണ്ട് പോയെന്നുള്ളൊരു വിവരം അറിയുന്നത്. CCTV റോഡിലൊക്കെ CCTV ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നോക്കി കഴിഞ്ഞപ്പോഴേക്കും കൊച്ചിനെ ഗുണ്ടകൾ പിടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. അപ്പോൾ കൊച്ചിനെ ഗുണ്ടകളായി നിന്ന് രക്ഷപ്പെടുത്തണമല്ലോ. അങ്ങനെ രക്ഷപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുകയാണ്. സുമിത്രയാണെങ്കിൽ ആകെ കരച്ചിൽ, എന്തിനാണ് നീ അങ്ങനെയെല്ലാം കാണിച്ചത്, പ്രതീക്ഷയെ നിൻ്റെ മോളായിരിക്കും സ്വരമോള്, പക്ഷേ അനന്യയുടെയും അനിരുദ്ധിൻ്റെയും അവസ്ഥയും കൂടി നീ മനസ്സിലാക്കണം. ഇത്രയും വർഷം നീ ജയിലിലായിരുന്നല്ലോ, ആ സമയത്ത് നിന്റെ മോളെ നോക്കിയതെല്ലാം അനന്യയും അനിരുദ്ധും അല്ലേ, അപ്പോൾ അവർക്കുണ്ടാവുന്ന സങ്കടം നീ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോഴേക്കും എനിക്ക് തെറ്റുപറ്റിപ്പോയി, കാരണം ഞാൻ ജയിലിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോഴേക്കും അനന്യേച്ചി എന്നോട് അതേപോലെയാണ് സംസാരിച്ചതും പെരുമാറിയതൊക്കെ, എൻ്റെ കൊച്ചിനൊന്നും എടുക്കാൻ പോലും അവർ സമ്മതിക്കുന്നില്ല, അവൾക്കൊരു മിഠായി പോലും മേടിച്ചു കൊടുക്കാനായിട്ട് സമ്മതിക്കുന്നില്ല. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? എൻ്റെ മോളെ എനിക്ക് താലോലിക്കാനുള്ള അവകാശമില്ലേ? ഇവരുടെ കയ്യിലേക്ക് നോക്കാൻ ഏൽപ്പിച്ചുവെങ്കിലും എൻ്റെ മോള് തന്നെയല്ലേ, അവളെനിക്ക് എടുക്കാൻ പാടില്ലേ? ഇവരെന്നിൽ നിന്ന് എൻ്റെ മോളെ അകറ്റിയപ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു വാശി തോന്നിയത്, അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് എന്നൊക്കെ പ്രതീക്ഷ പറയുകയാണ്. അപ്പോൾ സുമിത്രയും പറയണ, അനന്യ നീ ചെയ്തതിലും തെറ്റുണ്ട്, കാരണം പ്രതീഷിൻ്റെ മകളാണ് സ്വരമോള്, എന്നിട്ട് നീ എന്തിനാ അവനിൽ നിന്ന് അകറ്റിയത്? അവനൊന്ന് എടുത്തെന്ന് വിചാരിച്ച് എന്താ കുഴപ്പം സംഭവിക്കാനായിട്ട് പോകുന്നത്? അപ്പോൾ നമ്മുടെ അനന്യ കരയാണ്, സോറി ആൻറ്റി, ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല, എനിക്ക് അപ്പോഴത്തെ ഒരു ടെൻഷൻ കൊണ്ടാണ് ഞാൻ അങ്ങനെയെല്ലാം ചെയ്തു പോയത്, കാരണം പ്രതീക്ഷ തിരിച്ചു വരുമ്പോൾ എൻ്റെ മോളിൽ നിന്ന് അകന്നു പോകുമെന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയെല്ലാം ചെയ്യാനുള്ള കാരണം, ഇനി മേലെ എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തെറ്റുണ്ടാവില്ല. അങ്ങനെ നമ്മുടെ പോലീസ് ഈ സ്വരം മോളെ കണ്ടെത്തുകയാണ്. പക്ഷേ ഇതിനെല്ലാത്തിനും പിന്നിൽ ആ രഞ്ജിതയായിരുന്നു, കാരണം കൊച്ചിനെ തട്ടിക്കൊണ്ട് പോയ കാര്യങ്ങളൊക്കെ ഗുണ്ടകളെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ഈ രഞ്ജിതയായിരുന്നു. ആ ഒരു കാര്യവും കണ്ടെത്തുകയാണ്. അപ്പോൾ നമ്മുടെ പ്രതീക്ഷിനോട് സുമിത്ര പറയുകയാണ്, ഇപ്പം മനസ്സിലായല്ലോ,
രഞ്ജിതയുടെ തനി സ്വഭാവം നിനക്ക് മനസ്സിലായല്ലോ. ആ രഞ്ജിതയുടെ വീട്ടിലേക്കാണ് നീ പോയത്, നീ കൊച്ചിനെയും കൊണ്ട് പോയത്. അവള് നമ്മളുടെ കുടുംബം തകർക്കാൻ വേണ്ടി തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അവളെ വിശ്വസിക്കാമോ? പ്രതീക്ഷേ, ഇപ്പം നിനക്ക് കാര്യങ്ങളെല്ലാം ഏകദേശം മനസ്സിലായമ്മേ, എനിക്ക് തെറ്റുപറ്റി പോയമ്മേ, ഇനി ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അപ്പോൾ സ്വരമോൾക്ക് ആകെ കൺഫ്യൂഷനാണ്. സ്വരമോളെ ഗുണ്ടകളെല്ലാം തട്ടിക്കൊണ്ട് പോയല്ലോ. പ്രതീക്ഷ ആണെങ്കിൽ തൻ്റെ അച്ഛനാണെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ സ്വരമോളിന് സംശയം കൂടി വന്നു. അപ്പോൾ സ്വരമോൾ നേരെ അനിരുദ്ധിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഡാഡി, ഞാനൊരു കാര്യം പറയട്ടെ ഡാഡി, ഈ ചെറിയച്ഛനെ തട്ടിക്കൊണ്ട് പോയില്ലേ, ആ സമയത്ത് ചെറിയച്ഛനോട് പറയുക ചെറിയച്ഛനാണ് എൻ്റെ അച്ഛനെന്ന്, ഇനി എന്നെ അച്ഛനെന്ന് വിളിച്ചാൽ മതി എന്നൊക്കെയാണ് ചെറിയച്ഛൻ പറഞ്ഞത്. പക്ഷെ ഞാൻ പറഞ്ഞു എൻ്റെ ഡാഡിയും അമ്മയും നിങ്ങളാണെന്ന്. ആണോ ഡാഡി? എന്തൊക്കെ ഡാഡി പറയുന്നത്? ചെറിയച്ഛൻ എന്തിനങ്ങനെയല്ല എന്നോട് സംസാരിച്ചത്? എന്നെ വിടാനായിട്ട് കൂട്ടാക്കിയില്ല, അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടിയത് എന്നൊക്കെ അനിരുദ്ധിനോട് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അനിരുദ്ധാണെങ്കിൽ സത്യം തുറന്ന് പറയുകയാണ്. അതേ മോളെ, നിൻ്റെ യഥാർത്ഥ അച്ഛൻ അത് പ്രതീക്ഷയാണ് എന്ന് പറയുകയാണ്. ഇത് കേട്ടതും കൊച്ചാണെങ്കിൽ ആകെ ഞെട്ടിത്തരിച്ചൊരു അവസ്ഥയിലായി പോവുകയാണ്. ഇല്ല ഡാഡി, ഇല്ല, ചെറിയച്ഛനല്ല എൻ്റെ അച്ഛൻ, എൻ്റെ ഡാഡിയും മമ്മിയും നിങ്ങളാണ്, നിങ്ങളല്ലാതെ വേറെ ആരുമല്ല. സ്വരമോളോടാണെങ്കിൽ മോള് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണം. വലുതാകുമ്പോൾ ശരിക്കുള്ള യാഥാർത്ഥ്യം എന്താണെന്ന് മോള് മനസ്സിലാക്കുക തന്നെ ചെയ്യും. പക്ഷേ അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ ഡാഡി മോളോട് പറയുകയാണ്, മോളുടെ യഥാർത്ഥ ഡാഡി അത് പ്രതീക്ഷ തന്നെയാണെന്ന് പറയുകയാണ്. അങ്ങനെ കൊച്ചിനെ പറഞ്ഞ് കുറേ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കുകയാണ്. അപ്പോഴാണ് സ്വരമോൾക്ക് മനസ്സിലായത് തൻ്റെ ഡാഡി അത് പ്രതീക്ഷ തന്നെയാണെന്ന്. അനന്യയും അനിരുദ്ധും ഡാഡിയും മമ്മിയും അല്ലെന്ന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ എന്ന് വിചാരിച്ച് അനന്യയെയും അതേപോലെ തന്നെ അനിരുദ്ധിനെയും വിട്ടുപിരിയാനൊന്നും നമ്മുടെ സ്വരമോൾക്ക് കഴിയില്ല. കാരണം ഇത്രയും നാള് ഒരച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം കൊടുത്ത് വളർത്തിയത് അത് ഇവരാണല്ലോ. അതുകൊണ്ട് ഇവരെ വിട്ടുപിരിയാനൊന്നും സ്വരമോൾക്ക് ഏതായാലും കഴിയില്ല. അങ്ങനെ ഇരിക്കെ നമ്മുടെ സുമിത്രയ്ക്ക് കുറച്ച് റിലാക്സേഷനൊക്കെ കിട്ടിയിട്ടുണ്ട്. കൊച്ചും വന്നു, പ്രതീക്ഷയും ഇനിയിപ്പോൾ കുടുംബത്തോട് വന്നു. അങ്ങനെ കുറേ പ്രശ്നങ്ങളെല്ലാം ഒഴിവായിട്ടുണ്ട്. എന്നാലും സുമിത്രയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ സങ്കടമുണ്ട്. കാരണം രോഹിത്തിനെ കുറിച്ച് ആലോചിച്ചാണ് നമ്മുടെ സുമിത്രയ്ക്ക് സങ്കടം. കാരണം തൻ്റെ ഭർത്താവ് തൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ തനിക്ക് ആശ്വാസം, എന്തെങ്കിലും പറ്റണമെങ്കിൽ ആശ്വാസമേകാനായിട്ട് രോഹിത് ഉണ്ടാനായിരുന്നു എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്. അങ്ങനെയെല്ലാം ചിന്തിച്ച് നമ്മുടെ സുമിത്ര ഇങ്ങനെ കിടന്ന് ഉറങ്ങുകയാണ്, രോഹിത്തിനെ കുറിച്ച് മാത്രം ആലോചിച്ച്. അങ്ങനെ രോഹിത്തിനെ കുറിച്ച് മാത്രം ആലോചിച്ച് നിൽക്കുമ്പോഴാണ് രോഹിത് തൻ്റെ അടുത്ത് വന്നതായിട്ട് സുമിത്ര കാണുന്നത്. അങ്ങനെ സുമിത്ര എന്നും പറഞ്ഞുകൊണ്ട് രോഹിത് വിളിക്കുകയാണ്. സുമിത്രയാണെങ്കിൽ കണ്ണു തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും തൻ്റെ അരികത്ത് തൻ്റെ ഭർത്താവ് ഇരിക്കുന്നു. സുമിത്ര രോഹിത്തിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ ഞെട്ടി വിറച്ചൊരവസ്ഥ നിൽക്കുകയാണ്. രോഹിത് എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. സുമിത്രയെ, തൻ്റെ മനസ്സിലെ സങ്കടങ്ങളെല്ലാം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. തനിക്ക് പ്രായമായി, എന്താ തൻ്റെ തീരുമാനം എന്നൊക്കെ ചോദിക്കുകയാണ്. എന്താ രോഹിത്തെ, ഇത്രയും നാൾ എവിടെയായിരുന്നു രോഹിത്ത് എന്തിനാ എന്നെ വിട്ട് പോയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും രോഹിത്ത്, അതൊന്നും കാര്യമാക്കാൻ നിൽക്കണ്ട, തന്നെ വിട്ടൊന്നും ഞാൻ പോയിട്ടില്ല സുമിത്ര, തൻ്റെ കൂടെ തന്നെ എപ്പോഴും ഞാനുണ്ടല്ലോ, പിന്നെ എന്തിനാ തന്നെ വിട്ട് ഞാൻ പോകുന്നത്? അങ്ങനെ ഒരിക്കലും സംഭവിക്കാനായിട്ട് പോകുന്നില്ല എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ സുമിത്രയുടെ തോളിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് നമ്മുടെ രോഹിത് പറയുകയാണ്, തനിക്ക് പ്രായമായി വരുമ്പോഴും നമുക്ക് ശക്തി കുറയും, നമുക്ക് ആരോഗ്യം ഉണ്ടാവില്ല, ആ സമയത്ത് ഒരു കൂട്ടുണ്ടാവണ്ടേ നമുക്ക്, അതുകൊണ്ട് താനൊരു മൂന്നാമത് കല്യാണം കഴിക്കണമെന്നും പറയുകയാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുമിത്ര ഒരിക്കലുമില്ല, എനിക്കങ്ങനെ ഒരു കാര്യം ചിന്തിക്കാൻ പോലും പറ്റില്ല രോഹിത് എന്തിനാ ഇപ്പം എന്നോട് ഇങ്ങനെ ഒന്ന് പറയുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രോഹിത് പറയുകയാണ്, ഏതായാലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റും തൻ്റെ മനസ്സ്, എന്നെ വിട്ട് തനിക്ക് വേറൊരു കാര്യം ചിന്തിക്കാൻ പറ്റില്ല, പക്ഷേ ഇത് ഞാൻ പറയുന്ന കാര്യങ്ങളാണ്. തനിക്ക് തൻ്റെ ജീവിതത്തിൽ ഒരു പാർട്ട്ണർ വേണം, അത് ഉറച്ച തീരുമാനം തന്നെയാണ്. കാരണം എത്ര നാൾ മക്കളും മരുമക്കളും തൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ തനിക്കൊരു തുണി ആവണ്ടേ എന്നൊക്കെ ഇങ്ങനെ സുമിത്രയോട് രോഹിത് വന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം ആലോചിക്കുക. അതിന് മുമ്പ് തന്നെ സുമിത്രയോട് ഈ മക്കളെല്ലാം പറഞ്ഞിട്ടുണ്ട്, അമ്മ ഒരു വിവാഹം കഴിക്കണതിന് ഒറ്റയ്ക്ക് താമസിക്കാനായിട്ട് പറ്റില്ല എന്നൊരു കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മുടെ സുമിത്ര കാര്യമാക്കി എടുത്തില്ല. പക്ഷെ അപ്പോഴാണ് രോഹിത് ഒരു ഓർമ്മയിലൂടെ തന്നെ സുമിത്രയോട് ഈ കാര്യങ്ങളെല്ലാം വന്ന് പറയുന്നതായിട്ട് സുമിത്ര ആലോചിക്കുന്നത്. അങ്ങനെ നമ്മുടെ സുമിത്ര ഇവർ പറഞ്ഞതനുസരിച്ച് ഒരു കല്യാണത്തിന് സമ്മതിക്കുകയാണ്. അപ്പോൾ കല്യാണത്തിന് സമ്മതിച്ച് കഴിഞ്ഞപ്പോഴേക്കും മക്കൾക്കും മരുമക്കൾക്കൊക്കെ ആണെങ്കിൽ ആകെ സന്തോഷം കൊണ്ട് മതിമറന്നൊരവസ്ഥ. തൻ്റെ അമ്മയ്ക്ക് നല്ലൊരു ജീവിതം ഉണ്ടായി കാണുമെന്ന് മക്കൾക്കും ആഗ്രഹമുണ്ടല്ലോ. അങ്ങനെ കല്യാണത്തിന് സമ്മതിക്കുകയാണ്. അപ്പോൾ ഇത് രഞ്ജിത അറിയാണ്, ഇവൾക്ക് വലിയ ഭ്രാന്താണോ, ഇവളെന്തിനാ വീണ്ടും കല്യാണത്തിന് തീരുമാനിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ് രഞ്ജിത. അപ്പോൾ രഞ്ജിതയാണെങ്കിൽ ഇവളുടെ കുടുംബം തകർക്കണം, കാരണം തൻ്റെ സ്വത്തുക്കളെല്ലാം എല്ലാം അടിച്ചു മാറ്റി, ഇപ്പോൾ താൻ പെരുവഴിയിലെന്നൊരവസ്ഥയിലാണ് നിൽക്കുന്നത് എന്നൊക്കെ രഞ്ജിതയ്ക്ക് അങ്ങോട്ട് മനസ്സിലായി. അതുകൊണ്ട് ഇവളും നന്നായിട്ട് ജീവിക്കാനായിട്ട് പാടില്ല,
അതിനൊക്കെ കൊണ്ട് തന്നെ രഞ്ജിത രണ്ടും കൽപ്പിച്ചുകൊണ്ട് ഇറങ്ങുകയാണ്. അങ്ങനെ പ്രതീഷും അതേപോലെ തന്നെ അന്നിയും സ്വരമോളും എല്ലാവരും അനിരുദ്ധും എല്ലാവരും ഒരുമിച്ചല്ലോ. ശീതളിൻ്റെ പ്രശ്നങ്ങളെല്ലാം തീർന്നു. സച്ചിൻ നല്ലൊരു മനുഷ്യനായി തീർന്നു. ഒരു തലയ്ക്കൊരു അടി കിട്ടിയപ്പോൾ തന്നെ ഈ സച്ചിൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. തലയ്ക്കൊരു കിളി പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ കിളി തിരിച്ചു വന്നതുപോലെയാണ് പ്രതീഷിന് ഈ സച്ചിന് തോന്നുന്നത്. അപ്പോൾ സച്ചിൻ്റെ മനസ്സിലുള്ള ആ ദുഷിച്ച സ്വഭാവങ്ങളും ഒരു മെൻ്റലി പ്രോബ്ലങ്ങളും ഒക്കെ മാറി മാറി പോവുകയാണ്. അതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും സച്ചിനും ഒരുവിധം എല്ലാം സോൾവായി. അങ്ങനെ സുമിത്രയുടെ കല്യാണം, ആ കല്യാണ ദിവസം അടുക്കുകയാണ്. സുമിത്രയ്ക്കാണെങ്കിൽ ആകെ ടെൻഷൻ. മോനിത് വേണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് വേണോ അമ്മേ, ഇത് അമ്മയുടെ ജീവിതത്തിന് വേണ്ടിയല്ലേ. അമ്മയുടെ ജീവിതത്തിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയുടെ എല്ലാ പ്രശ്നങ്ങളും മാറും. കാരണം ഡോക്ടർ ഈ അനിരുദ്ധിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ സുമിത്രയ്ക്ക് ഇന്നൊരു അസുഖമാണെന്ന്. അപ്പോൾ ആ അസുഖം മാറണമെങ്കിൽ ലൈഫിലേക്ക് ഒരാൾ വന്നേ മതിയാവുള്ളൂ. സുമിത്രയ്ക്ക് സന്തോഷം കൊടുക്കണം. കാരണം എപ്പോഴും മക്കൾക്കും മരുമക്കൾക്കും സുമിത്രയുടെ കൂടെ ഇരുന്നുകൊണ്ട് ഒരു സന്തോഷം കൊടുക്കാനായിട്ട് പറ്റില്ല. എപ്പോഴും സുമിത്രയുടെ കാര്യം കെയർ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഒരു പാർട്ട്ണർ വന്നാൽ മാത്രമേ സുമിത്രയ്ക്ക് ആ സന്തോഷം കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് ഈ കല്യാണത്തിന് സുമിത്രയെ നിർബന്ധിച്ചത്. അങ്ങനെ സുമിത്രയെ അമ്പലത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണ്. ആ സമയത്താണ് വരൻ ഇറങ്ങുന്നത്. അപ്പോൾ വരനെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും സുമിത്ര ആകെ ഞെട്ടിപ്പോകരുത്, ആരാ വന്നിരിക്കുന്നതെന്നൊക്കെ ചിന്തിച്ചാണ് നമ്മുടെ സുമിത്ര ആകെ അന്താളിച്ച് നിൽക്കുന്നത്. അങ്ങനെ ഈ വിശ്വനാഥൻ എന്ന് പറഞ്ഞ പേരുള്ള ഒരാളാണ് സുമിത്രയുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷേ അവിടെയുണ്ട് പല ഇതുകളും, കാരണം പല ട്വിസ്റ്റുകളും. കാരണം ഈ വിശ്വനാഥൻ സുമിത്രയുടെ മുന്നിലേക്ക് വന്നു. ആ സമയത്ത് തന്നെ നമ്മുടെ രഞ്ജിതയും ആ ഒരു അമ്പലത്തിലേക്ക് എത്തുന്നുണ്ട്. സുമിത്രയുടെ കല്യാണം കാണാനായിട്ട് തന്നെ ആ അമ്പലത്തിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ അവിടെ കല്യാണവും നടക്കുന്നുണ്ട്. പക്ഷേ വിശ്വനാഥൻ്റെ കഴുത്തിലാണോ സുമിത്ര മാല ചാർത്തിയത്, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മുടെ രോഹിത് തിരിച്ചു വന്നോ എന്നൊക്കെ അറിയാനായിട്ട് ഇനി ഭയങ്കര ട്വിസ്റ്റാണ്. ഇനി ഒരാഴ്ച മാത്രമുള്ള നമ്മുടെ കഥ ഇങ്ങനെ മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ ആ ഒരാഴ്ചയും നിങ്ങളെല്ലാവരും കാണണമെന്നും ഞാൻ പറയുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു സി അഗൈൻ. ബൈ.